ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. ഒരു വീട്ടമ്മ എന്ന നിലയിൽ നിന്ന് വളർന്ന് പഞ്ചഗുസ്തിയിൽ പെൺകരുത്തിന്റെ പുതിയ അധ്യായം എഴുതുകയാണ് കോതമംഗലം സ്വദേശിനി ഷെല്ലി. വാരപ്പെട്ടി ഇളങ്ങവം സ്വദേശി ആറ്റാച്ചേരിയിൽ ജോയിയുടെ ഭാര്യ ഷെല്ലിയാണ് സംസ്ഥാന ദേശീയ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ നേട്ടം കൈവരിച്ച് ശ്രദ്ധ നേടിയത്. ഭാരം കുറയ്ക്കാനുള്ള വ്യായാമത്തിനായി ആരംഭിച്ച പഞ്ചഗുസ്തി പരിശീലനം 56-കാരിയായ ഷെല്ലിയെ എത്തിച്ചത് സ്വപ്നതുല്യമായ നേട്ടങ്ങളിലാണ്. ഇക്കഴിഞ്ഞ ജനുവരി 4-ന് കോഴിക്കോട് വെച്ച് നടന്ന 47ാമത് സംസ്ഥാന ഗ്രാൻഡ് മാസ്റ്റർ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലെ 80 കിലോയ്ക്ക് മുകളിലുള്ള വനിതകളുടെ ഇടത് വലത് കൈ വിഭാഗങ്ങളിൽ 2 വെങ്കല മെഡലുകളാണ് ഷെല്ലി ജോയ് നേടിയത്. 2024-ൽ ഗോവയിൽ നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇതേ വിഭാഗത്തിൽ പങ്കെടുത്ത് ഷെല്ലി സ്വർണം നേടിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മാറ്റുരച്ച ഗെയിംസിൽ കേരള ടീമിന് വേണ്ടിയാണ് ഷെല്ലി മത്സരിച്ചത്. ഗോവയിലെ സ്വർണ്ണ നേട്ടത്തോടെ ഈ മത്സര ഇനത്തിൽ ശ്രദ്ധിക്കാനും കൂടുതൽ പരിശീലനം നേടാനും ശ്രമിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ഷെയ്പ്വെൽ ജിമ്മിലെ റീജ സുരേഷിന്റെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവുമാണ് ഷെല്ലിക്ക് പ്രചോദനമായത്. അന്തർദേശീയ പുരസ്കാര ജേതാക്കളായ പെരുമ്പാവൂർ ബിജൂസ് ജിമ്മിലെ ബിജു, മൂവാറ്റുപുഴ ഫെസിമോട്ടി എന്നിവരുടെ കീഴിലാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. പ്രവാസിയായ ജോയി വർഗീസാണ് ഭർത്താവ്. ഷിൽജ ജോയ്, ഷിൻഡോ ജോയ് എന്നിവർ മക്കളാണ്. ശരീരവണ്ണം കുറയ്ക്കുവാനായി 2 വർഷം മുൻപ് ജിമ്മിൽ പോയതാണ് പഞ്ചഗുസ്തി മേഖലയിലെത്തപ്പെടാൻ കാരണമായതെന്ന് ഷെല്ലി പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് ജിമ്മിൽ തടി കുറയ്ക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് അതിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ജിമ്മിലെ ഉടമ പഞ്ചഗുസ്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നേരം എന്നോട് അതിൽ പങ്കെടുക്കണ്ടോ എന്ന് ചോദിച്ചു. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് പങ്കെടുക്കുകയാണെങ്കിൽ നല്ലതാണ്, പങ്കെടുക്കുക ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിൽ പങ്കെടുത്തു. അങ്ങനെയാണ് ഞാൻ ഗോവയിൽ പോയി മത്സരിച്ച് എനിക്ക് പ്രൈസ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും സിമോട്ടിയുടെയും ബിജു സാറിൻ്റെയും നേതൃത്വത്തിൽ പിന്നെ ഇപ്പോൾ സ്റ്റേറ്റിൽ പോയി മത്സരിച്ചു. അപ്പോൾ അതിന് ഗോൾഡ് മെഡലും വെങ്കല മെഡലും നേടി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ.